എല്ലാ മക്കളെയും സൈലത്തിന്റെ അറബിക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെഡിയല്ലേ മക്കളെ? എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായി ഇങ്ങനെ നിൽക്കുകയാണ്. റെഡിയല്ലേ മക്കളെ? നാളെയാണ് നമ്മുടെ ലാംഗ്വേജിന്റെ പരീക്ഷ. അറബിക് പരീക്ഷയിൽ നാളത്തെ ചോദ്യ പേപ്പറിൽ എന്തെല്ലാം നമ്മൾ കാണും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദ്യം ഐഡന്റിഫൈ ചെയ്യാനും ചോദ്യം എന്തെല്ലാമാണ് ചോദ്യത്തിലൂടെ ചോദിക്കുന്നത് എന്നുമാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം എന്താണത്. ഇത് ചോദ്യ പേപ്പറിൽ കാണും. നാളത്തെ അറബിക് പരീക്ഷയിൽ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണും. ഇപ്പോൾ നമ്മൾ പറയുന്ന വീഡിയോയിൽ നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തെ ചോദ്യം എളുപ്പമായിരിക്കും. നോക്കാം നമുക്ക്. യെസ്, എന്താണ് നിങ്ങളെപ്പോലുള്ള കുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? യെസ്, മാദ എന്താണ് എന്നുള്ളത് നമുക്ക് കൂടുതലായി ഒരു സംഭാഷണം, ഒരു ഹിവാർ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് കാണാം അല്ലെ. മാ ഓർ മാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാ. അപ്പൊ എന്താണ് എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ചോദ്യം നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹിവാർ സംഭാഷണത്തിൽ ഇത് നമ്മളോട് ചോദിച്ചിട്ട് അത് പൂർത്തീകരിക്കാനൊക്കെ നമുക്ക് നമ്മുടെ ചോദ്യ പേപ്പറിൽ കാണും. അതേപോലെ ഐന എന്നുള്ള വാക്ക് എവിടെ എന്നാണ് എന്റെ മക്കൾ മനസ്സിലാക്കണം. ചോദ്യ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഐന എന്നുള്ളത് എവിടെ എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല ഐന അല്ലെ, എവിടേക്കാണ് അല്ലെ, എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ എവിടേക്കാണ്, ഇല ഐന ഒരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ട് അതിലൂടെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വേർഡാണ് എവിടേക്കാണ്. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ മാ ഓർ മാദ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇല ഐന എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കണം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇത് നിങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ കൈഫ അല്ലെ, എങ്ങനെ അല്ലെ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹൗ അല്ലെ, എങ്ങനെ. അതേപോലെ മത്ത എപ്പോൾ, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ. ക്ലിയർ ആണോ? ഇതൊക്കെ നാളത്തെ ചോദ്യ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. കം എത്ര അല്ലെ, നീ എത്ര മണിക്കാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ. വു എത്ര അല്ലെ. കം എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെ. മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അല്ലെ. അപ്പൊ മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, കം എന്ന് പറഞ്ഞാൽ എത്ര. ക്ലിയർ അല്ല മക്കളെ? മറന്നു പോകുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ കാണുന്നത് ഹൽ. എന്താണ് മക്കളെ ഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ മക്കൾ ഇത് കണ്ടേക്കാം അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ നാളത്തെ പരീക്ഷയിൽ ഇത് കാണാം. ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അല്ലെ. നമ്മൾ ചിലതിലൊക്കെ നമ്മൾ പറയാറുണ്ട് വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ അല്ലെ, പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ മാഷ് ഇവിടെ എഴുതാം അല്ലെ. ശ്രദ്ധിച്ചോ മക്കളെ. വന്നിട്ടുണ്ടോ അല്ലെ, വന്നിട്ടുണ്ടോ. അതേപോലെ പോയിട്ടുണ്ടോ അല്ലെ, നമ്മൾ പറയാറുണ്ട് പോയിട്ടുണ്ടോ. അതേപോലെ നമ്മൾ പറയാറുണ്ട് കണ്ടിട്ടുണ്ടോ അല്ലെ, കണ്ടിട്ടുണ്ടോ. ഇതൊക്കെയാണ് ഹൽ കൊണ്ടുള്ള ഉപയോഗം അല്ലെ. ഹൽ എന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഹൽ എന്നത് കൊണ്ടുള്ള ഉപയോഗം അല്ലെ. ഉപയോഗം എന്താണ് മക്കളെ? എന്താണ് നമ്മൾ പറഞ്ഞു? വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ഹൽ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം ഹൽ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മനസ്സിലാക്കി വെക്കണം. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് എന്താണ് അല്ലെ. അയ്യോ എന്ന് പറഞ്ഞാൽ വിച്ച്, ഏത് എന്നുള്ളതാ. ഏത്. സെറ്റാണോ? റെഡിയാണോടാ? അങ്ങനെയാണെങ്കിൽ ലിമാദ അല്ലെ. ലിമാദ എന്ന് പറഞ്ഞാൽ വൈ അല്ലെ. ലിമാദ എന്ന് പറഞ്ഞാൽ വൈ അല്ലെ, എന്തുകൊണ്ട് അല്ലെ. ലിമാദ എന്ന് പറഞ്ഞാൽ വൈ, എന്തുകൊണ്ട് അല്ലെ. ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ലിമൻ, ആരോട് അല്ലെ. ലിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് എന്നാണ്. ആരോട്. സെറ്റാണോ? റെഡി ആണോടാ? അപ്പൊ നാളത്തെ പരീക്ഷയിൽ നമ്മൾ കാണുന്ന വാക്കുകളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ചോദ്യം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ മക്കളും ഇത്
കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ടേ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇത് കൃത്യമായിട്ട് നമ്മുടെ ചോദ്യ പേപ്പർ ഇന്ന് പറഞ്ഞ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണും. ഇത് നിങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇത് എളുപ്പത്തിൽ ആ ചോദ്യം എന്താണ്, എങ്ങനെയാണ് അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് ഇത് നിങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സെറ്റാണ് മക്കളെ. റെഡിയല്ലേ മക്കളെ? അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.